ఏడో శుభ్ర ఏదో బొమ్మారి ఇక్కడ అన్నాడు అమ్మాయి గారి వీడు అక్కడ ఎక్కడ పోవాలి కదా అక్కడ పోతామా ഇവിടെ ഉള്ള ആൾക്കാരല്ലല്ലോ കണ്ടിട്ട് അത് പേക്കോലം പോലെ ഉണ്ടല്ലോ വണ്ടാറങ്ങള് ఏమిరా చేస్తున్నాడు ఇక్కడ రాడా ఏమి తెలిసలేదా అక్కడ పోతున్నాడు కదా അവരെ കണ്ടിട്ട് ഇവിടെ ഉള്ള ആൾക്കാരല്ല ലാടന്മാരാ തോന്നുന്നുണ്ട് ഈ തൈലം എന്തൊക്കെ വെക്കുന്ന ആൾക്കാരല്ലേ കണ്ടിട്ട് ഒരുജാതി പേക്കോലങ്ങളെ പോലെ തന്നെ ഉണ്ടല്ലോ ఏమండి ఇప్పుడు రాత్రి ఆ ఇంట్లో పోయి ఆ చైన్ ఉంది కదా కాదు కమ్మలు ఉంది కదా తైలం ఉంది కదా తైలం కాళ్ళు పెట్టి అంటే పనుకోండి അതെ എന്താ പറഞ്ഞ വെച്ചാല് ഇന്ന് രാത്രി പോയിട്ട് അവിടെ ആ തള്ളടത്ത് കണ്ടമാനം സ്വർണ്ണുണ്ട് അത് നമുക്ക് തൈലം തേച്ചിട്ട് അത് പരട്ടി കൊടുക്കാം అదే బాగా രാവിലെ പോയിട്ട് നോട്ട് വെച്ചേക്കണം അപ്പൊ അത് ഇങ്ങോട്ട് അടിച്ചു മാറ്റാം ഞങ്ങള് ആന്ധ്രന്ന് വരിക ലാടന്മാരാണ് ഈ പച്ചമരുന്ന് ఆంధ్ర వస్తున్నాడు ఆంధ్ర నుంచి వస్తున్నాడు నా బోయ్ బోస్ അതെ ഞാനൊന്നുമില്ല ഇയാൾക്ക് മലയാളം അറിയില്ല తెలుగు മലയാളം തെലുഗു മാത്രം മലയാളം അറിയോ 5 കൊല്ലം ഞാൻ കേരളത്തിൽ വന്നിട്ട് ഇതെന്താ കുളിച്ചിട്ട് ഇപ്പൊ തലയെ കെട്ടി അങ്ങനെയുള്ള സ്റ്റൈലാണ് നല്ല സ്റ്റൈലാണ് ഞങ്ങള് കുയിലെണ്ണ കാട്ടില് കുരങ്ങനെ പിടിച്ച് ചതച്ചരച്ച് അതിന്റെ എല്ലെടുത്തിട്ട് ജ്യൂസ് ഉണ്ടാക്കി അത് ക്രീമാക്കി ഞങ്ങൾ വിൽക്കുകയാണ് തൈലം കാല് കടച്ചില് കൈ കടച്ചില് കണ്ടിൽ വേദന നാടി വേദന എല്ലാത്തിനും മരുന്നൊക്കെ പരത്തിയിട്ട് തൈലുണ്ടാക്ക മുട്ട വേദന ഊര പല്ല് കടിച്ചിട്ട് പല്ല് ചോപ്പ് കരുക്കുക അല്ല ఊరుకుండు അല്ല നിങ്ങളെടുത്തേ കുടിച്ചാ കിക്കാവണല്ലോ സാധനം കേട്ടോ ഇത് ഒരു ഗ്ലാസ് വെള്ളത്തില് 3 തുള്ളി ഒട്ടിച്ച് ഒരു ഏലക്ക ഇട്ട് കഴിഞ്ഞാൽ സൂപ്പർ അല്ല നിങ്ങൾ ഈ നാലാമാട്ടിലെ റോഡൊക്കെ ഭയങ്കര കുണ്ടും കുഴിയായിട്ട് കിടക്കുകയാണല്ലോ എന്താ അതിങ്ങനെ എന്തായാലും ശരിയാണ്. ഇനിയിപ്പോ വലിയ താമസമില്ലാണ്ടെല്ലാം പരിഹരിക്കും. എല്ലാ പ്രശ്നം പരിഹാരം കാണും. കുണ്ടുണ്ടാവില്ല, കുഴി ഉണ്ടാവില്ല, എല്ലാ റോഡുകളും ക്ലീനായി എങ്ങനെ അതിലും ക്ലിയർ ആയി നമ്മള് നടത്തുന്നുണ്ട്. പദ്ധതികളും നമ്മളിപ്പോൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്ത് പറഞ്ഞു കാര്യങ്ങൾ നടന്നു അതന്നെ വേണ്ടേ അത്ര വേണോ അത്ര നമ്മുടെ അത്രകാരനല്ലേ പിന്നെ എങ്ങനെയുണ്ടോ എന്റെ കച്ചവടം വളരെ മോശം. അത് ശരി ഇവിടെ ഒരു പീടി എന്തെങ്കിലും എടുത്തോണ്ട് ഇരുന്നാലോ നമ്മുടെ ഭാഗത്ത് ഒരു നല്ല റൂമിന്റെ ശരിയാക്കി തരാം. നല്ല സൗകര്യം. നമ്മുടെ 4ാം വാർഡിലെ മെമ്പറാണേ ഓരോട് പറഞ്ഞ നിങ്ങൾ എന്തെങ്കിലും പഞ്ചായത്തിന് എന്തെങ്കിലും എന്താ വേണ്ടത്? സ്വന്തം കെട്ടിടമാണോ, സ്വന്തം കട വേണോ, സ്വന്തം കച്ചവടത്തെ എല്ലാ സൗകര്യം നമ്മൾ ചെയ്തു തരാം. പിന്നെന്താ നമ്മൾ പണ്ട് കോഴിക്കോട് ഒരു പീടി എടുത്തിട്ട് തൊലഞ്ഞിട്ട് അങ്ങോട്ട് വന്നത്. അപ്പൊ ഇവിടെ എവിടെയെങ്കിലും ചെറിയൊരു വാടകയ്ക്ക് പെര കിട്ടുകയാണെങ്കിൽ ഒരു റൂം എടുത്തിട്ട് ഇവിടെ കൂടാ. എന്തായാലും നിങ്ങളെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം കാണും. വേറൊരു കാര്യം ഞാൻ പറയാം ചങ്ങായി, ഇജി ഇപ്പൊ ഈ നടക്കണ മാതിരി ഉണ്ടല്ലോ, ഇതേമാതിരി നടന്ന കണക്ക് കഞ്ഞിക്ക് കാശ് കിട്ടും. അല്ല ഇജിപ്പോ ആ താത്താന്റെ വീട്ടിൽ പോയിട്ട് അത്ര വെക്കാൻ പോയിട്ട് എന്താ പറ്റി കണക്ക്? അതൊന്നും പറയണ്ട മനസ്സ. അവിടെ ഒരു കളവുണ്ട്. ആ സൂറാത്തൊക്കെ കാണിച്ചാൽ അത്ര പെരുത്ത ഇഷ്ട. ആ ബീരാനൊക്കെ മുടിഞ്ഞ സംശയം. അന്ന് ഓല് ഇന്നൊരു ചവിട്ടി ഒരാഴ്ച ഞാൻ കഷായം കുടിച്ച് കുടിയിലിരുന്നു. ഇന്നിപ്പോ ഒന്ന് വന്നിട്ടുള്ളൂ. അതിന് പറ്റിയ പുതിയ മോഡൽ അത്ര കൊടുക്കൂ. ഇതുണ്ട്, പുതിയതുണ്ട്. ആർക്കും വേണ്ട. വളരെ മോശ കച്ചവടം. ഇത് നല്ലതാണല്ലോ, നല്ല അടിപൊളി സാധനമാണത്. നോക്കി അടിപൊളി സൂപ്പറാണല്ലോ. എവിടെ കിട്ടി? ഇത് ഒരു ഇത് കജ്ജാട്ടി കാണി. ഒരു പ്രാവശ്യങ്ങളെ മണപ്പിച്ചാലേ 1 മാസം ഇതിന്റെ മണം നിൽക്കും. അത് ശരിയാണ്. നോക്കി 1 മാസം നിൽക്കും ഇതിന്റെ മണം. സൂറത്ത് കൂടെ പോരോ? എനിക്ക് അത് പറയല് ഇന്നാളത്തെ ചവിട്ടിക്ക് ഓർമ്മ വരികയാണ്. നിങ്ങളാരാ ഇവിടെ ചുറ്റിപ്പറ്റിക്കണത്? ഞങ്ങള് ఆంధ్రగారు ఇక్కడ వచ్చినాడు. ఇక్కడ తైలం ఉంది కదా, నూనె అది కాలు నీపు ఇంత. അതായത് തൈലം വെക്കാണ്. പുൽപ്പല്ലി തൈലം അതൊക്കെ എനിക്ക് കുറച്ച് മലയാളം അറിയാം. ഞാൻ കേരളത്തിൽ വന്നിട്ട് 5 വർഷമായി. ഇവിടെ എവിടേക്ക് പോകാനാ? ఆ అమ్మ దగ్గర పోవాలా? ആര്?
അമ്മ దగ్గర പോ. അതായത് അവര് చెప్పు. വീട്ടിൽ പോകാന്ന് ആ വൈത്തത്താന്റെ അടുത്ത് ബീരാൻകാരെ കുടിയിലോ ആ അത് అవును. ഓല് തൈലൊന്നും മേടിക്കൂല. ആ സൂറാത്താക്ക് സൂറാ ബീവിക്കിന്റെ അത്ര പെരുത്തിഷ്ട. പക്ഷെ അവിടെ ഒരു മുതുക്കളവുണ്ട്, പേരയിലേക്ക് അടുപ്പിക്കൂല. എന്താ ചെയ്യാ? ഇവിടെ നിങ്ങളോട് വർത്താനം പറഞ്ഞാൽ എന്റെ അത്തറിന്റെ കച്ചവടമാണ് പോകും. లేదు కదా అట్లా అది ఏమండి ఇక్కడ చూడండి ఏమి చెప్తున్నారు. అక్కడ పోయి ఈ నూనె ఉంది కదా, ఈ నూనె కాలు తీసుకొని ఆ చైన్ ఉంది కదా అది తీసుకొని రాత్రి 12 గంటలకు ఇక్కడ ఉంటారు. తీసుకుని പോയി അక్కడ പോతాను. പ്രശ്നമില്ല, നമുക്കത് എവിടെയും പുറത്തുകൊണ്ടേ ഇവിടെ വെക്കണ്ട. കേരളത്തിൽ ആന്ധ്രക്ക് ഉണ്ടോ നമുക്ക്? ഇവിടെ പോലീസൊക്കെ സ്ട്രോങ് ആണ്. ఆంధ్ర నెల్లూరుకి తీసుకుని పోతాను. ఊరుకున్నా ఇక్కడ పేస్తున్నారు కదా. ఏది ఇది ఇక్కడ నుంచి ఆ అమ్మాయి గారు ఉన్నారు కదా ఇక్కడ. ఏమి అమ్మా ఇది తైలం ఉంది కదా, కాలు నొప్పికి బాగా నెల్లూరు నుంచి వస్తున్నాడు. బాగా చిన్నది వచ్చింది, కొంచెం ఇది తీసుకొని. ഞങ്ങൾ തൈല കച്ചവടക്കാരാണ്. ഈ തൈലം ഞങ്ങൾ ആന്ധ്രയിൽ നിന്ന് വരുന്നതാണ്. ഇത് നല്ല നാടൻ തൈലം. അതായത് നടുവേദന, കാലുവേദന, കൈവേദന, വേദന. ഞങ്ങള് 5 കൊല്ലായി കേരളത്തിൽ വന്നിട്ട്. ഞാൻ 5 കൊല്ലായി മലയാളം അറിയാം. ഇതുകൊണ്ട് പരത്തി ഞങ്ങൾക്ക് ഒരു അസുഖം ഉണ്ടാവില്ല. ബീരാൻക ഇവിടെ ഇല്ല, ബീരാൻക വരട്ടെ എന്നിട്ട് മേടിക്കാം. ബീരാൻക വരണോ? ബീരാൻക ഇല്ല, എന്റെ കയ്യിൽ കായില്ല. അതുകൊണ്ട് ബീരാൻക വന്നിട്ട് മേടിക്കണ്ട്, പൊയ്ക്കോളി. ഇത് പെറ്റ മാറും, പല്ല് വേണ കല്ല് വേണ ഒക്കെ മാറും. పోతున్నాడు అప్పుడు వస్తా. ఇక్కడ లేదు. ఎక్కడ పోయినాడు? రాని రాని పోయి తర్వాత వస్తాను. రాత్రి 12 കാര്യങ്ങളാണ്. పోదాం పోదామా? రాత్రి 12 గంటలకు വന്നേ നഷ്ടം പറ്റില്ല. സാധനം ഉണ്ട്, బాగా చిన్నగా ఉంది. బాగా പിന്നെ വീട്ടിലെ വണ്ടി ആരാ സുഖ ബേക്ക വന്നോർക്കണേ? അത് ആ ലാടന്മാരാണ്. നിങ്ങളിപ്പോ അതും കണ്ട അല്ലാ, ഇവന്മാരിവിടെ വന്നത് കണ്ടാ മതി പൊല്ലാപ്പിന്. വിളിച്ചിട്ട് കേൾക്കണില്ലല്ലോ. പണ്ടാറും വാതില് അല്ലടാ, വാതിലൊക്കെ തുറന്നിട്ടിട്ട് നല്ല ഉറക്കത്തിലാണല്ലോ. ഉറക്കത്തിലല്ലത്, എന്തോ പ്രശ്നമുണ്ട്. ശ്വാസമൊക്കെ ഉണ്ട്, പക്ഷെ എന്തോ പന്തികേടുണ്ട്. പോരെ അല്ല ഇപ്പൊ തന്നെ പോണാ? ഇപ്പൊ ശരിയല്ല. പുലിവാല വിട്ടെന്നാല് എന്റെ സൂറാന്റെ മാനം പോയേ. വീരാനിക്ക, നിന്റെ മാനല്ല പോയത്, നിന്റെ മാനയാണ് പോയത്. കുഞ്ഞാട് സുബ്രാനും ഇവിടെ പോകണ്ടത് എന്തുണ്ടായി? നമ്മളെ തെറ്റിദ്ധരിച്ചിട്ട് സുബ്ര, അതെന്താണെങ്കിലും അവിടെ പോയിട്ട് പറയണം. അവന്മാരെ നിന്റെ മാനം കളഞ്ഞാ? എന്നിട്ട് എന്റെ മാനം പോയാലല്ല, എന്റെ മാനം പോയാൽ എന്നെ കൊണ്ട് പറയിക്കണ്ടേ? ബീരാൻക, ഞങ്ങളൊരു കാര്യം പറയാൻ വേണ്ടി വന്ന ഞങ്ങളെ ചീത്ത പറയരുത്. ഒന്നും പറയരുത് പ്ലീസ്. പിന്നെ എടാ, എന്റെ കൂളിംഗ് ഗ്ലാസ് എവിടെ? അവിടെ പോയാ? എവിടെ കാണുന്ന കാര്യം പറയും. ആയിക്കോട്ടെ. പിന്നെ ഞങ്ങളെ ഇവിടെ വന്നപ്പോ സൂറാത്ത ഇവിടെ ബോധം കെട്ട് കിടക്കുന്നതാണ് കണ്ടത്. ഞങ്ങൾ യാതൊരുവിധ ബുദ്ധിമുട്ടും ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ എന്റെ ഈ തുണി ഇടക്കിടക്ക് അഴിഞ്ഞു പോണ സ്വഭാവം എന്നോട് പറഞ്ഞു കൊടുക്കണം. ഞാൻ പറഞ്ഞെടുത്തു പോകാൻ പറഞ്ഞു. ഇങ്ങനെ അഴിഞ്ഞു പോകും. ഞാൻ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, ഇതിങ്ങനെ അഴിഞ്ഞു പോകും. നിങ്ങൾ അത് കണ്ടിട്ട് എന്തെങ്കിലും തെറ്റിദ്ധരിക്കരുത്. പിന്നെ ഇവിടെ 2 ലാടവൈദ്യന്മാര് കിടന്നിട്ട് ഇങ്ങനെ വരുന്നു. അവര് അല്ല സൂറാത്ത, നിങ്ങളൊരു തൈലം വാങ്ങാൻ വേണ്ടിട്ട് വന്നില്ലേ? ഇല്ലേ? തൈലം വാങ്ങോ പിടിക്കണം?
പറഞ്ഞയച്ചതാണ്. അപ്പൊ ഈ തൈലം വാങ്ങാൻ വന്ന അവന്മാര് കള്ളന്മാരാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ചാൻസ് ഉണ്ട്. അവരാവാനാണ് ചാൻസ്. എന്താ അറിയോ, അപ്പൊ നിങ്ങള് ഇങ്ങനെയുള്ള ലാടന്മാര് ആൾക്കാരെയൊക്കെ കുടി കയറ്റുമ്പോ സൂറാത്താക്ക് ഇങ്ങനെ പണ്ടോ സംഭവം ഇട്ടിട്ട് ഇങ്ങനെ നിർത്തരുത്. ഉള്ളതൊക്കെ നിങ്ങൾ പെട്ടിയിലെടുത്തേക്കണം, എന്നാലാണ് കാര്യങ്ങൾ നടക്കുള്ളൂ. ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്താ കാര്യം, പോകാനുള്ളതൊക്കെ പോയില്ലേ. പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കുക, അല്ലാണ്ട് ഇപ്പൊ വേറെ വഴിയൊന്നുമില്ല. ഞങ്ങൾ അന്വേഷിക്കാം. ഒപ്പില്ലാത്ത ഒപ്പി ഇട്ട് കഴിഞ്ഞാല് ഒപ്പി കൊണ്ട് അഭിഷേകം എന്ന് പറഞ്ഞാൽ താഴെ എന്ത് ബിയാക്കി പറയണത്? അല്ലടാ ഉപര, അങ്ങനെയല്ലല്ലോ ആ ഡയലോഗ്. തൂറാത്തോന്ത് തൂറുമ്പോ തീട്ടം കൊണ്ട് ആറാട്ട് എന്നല്ല വീരാൻ. അത്തരമന്തര ഇന്ദരമാണി ഒന്തന പാണന ഇണ്ടരമാണി കൊമ്പരമാണിൽ കേശലമാണി മറുകിടി നമ്മടവേ അത്ത